എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രത്യേക എനർജി ഡേ ഉപയോഗിക്കാനാണ് പോകുന്നത്. 3x33 പോർട്ടൽ. യൂണിവേഴ്സിൽ ഇതൊന്നും യാദൃച്ഛികമല്ല. റിപ്പീറ്റഡ് നമ്പേഴ്സ് കാണുമ്പോൾ അതൊരു സിഗ്നൽ ആണെന്ന് മാത്രം ഓർക്കുക. 333 എന്ന് കാണുമ്പോൾ ഡിവൈൻ സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് അർത്ഥം. നിങ്ങൾ ആരെങ്കിലും 333 എന്ന് കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ എൻ്റെ വീഡിയോയുടെ താഴെ. ഞാൻ കാണാറുണ്ട്. അതായത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്ന് 333 പോർട്ടൽ തുറക്കുകയാണ്. ഇന്ന് നമുക്കൊരു ആഗ്രഹം മാത്രം റിയാലിറ്റി ആക്കാം. റെഡിയല്ലേ നിങ്ങൾ? റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നവർക്ക് മാത്രമേ ഈ ഒരു അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഒരു ആഗ്രഹം നിങ്ങൾ ഈ ഒരു 3x33 പോർട്ടലിൽ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. 3 എന്നത് എന്താണ്? 3 എന്നത് മൈൻഡ്, അതായത് മനസ്സ്, ബോഡി, ശരീരം, സോൾ, ആത്മാവ്, ഇത് മൂന്നും ചേർന്നതാണ് 3 അല്ലേ? 33 എന്നാൽ മാസ്റ്റർ അലൈൻമെന്റ് നമ്പറാണ്. അതായത് 33 എന്ന് പറയുന്നത് മാസ്റ്റർ അലൈൻമെന്റ് നമ്പറാണ്. 3x33 എന്ന് പറയുന്നത് ഇൻറ്റൻഷൻ ഇൻറ്റു റെപ്പിറ്റീഷൻ ഇൻറ്റു ഇമോഷനാണ്. അതായത് നമ്മുടെ ഒരു ഇൻറ്റൻഷൻ അത് നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്യുമ്പം അല്ലേ നമുക്കൊരു ഇമോഷൻ ലഭിക്കും. അതായത് ഇൻറ്റൻഷൻ ഇൻറ്റു റിപ്പീറ്റേഷൻ ഇൻറ്റു ഇമോഷനാണ് 3x33 എന്ന് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു തോട്ട് റിപ്പീറ്റഡ്ലി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇമോഷൻ ചേർത്ത് യൂണിവേഴ്സിലേക്ക് അയച്ചാൽ അത് വൈബ്രേഷൻ ആകുന്നു. വൈബ്രേഷൻ ഫ്രീക്വൻസി മാച്ച് ആയാൽ അത് മാനിഫെസ്റ്റേഷൻ നടക്കും. മനസ്സിലായോ? നമ്മൾ ഒരു തോട്ട് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ഇമോഷൻ ചേർത്ത് യൂണിവേഴ്സിലേക്ക് അയച്ചാൽ എന്താവും? അത് വൈബ്രേഷൻ ആകുന്നു. ആ വൈബ്രേഷൻ ഫ്രീക്വൻസി മാച്ച് ആയാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവും. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഈ റിച്വൽസ്, അതായത് 3x33 പോർട്ടൽ റിച്വൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. രണ്ടാമതായി ബ്ലൂ പെൻ മാത്രം ഉപയോഗിക്കുക. മൂന്നാമതായി സൈലന്റ് സ്പേസ് ചൂസ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ആ ഒരു സ്പേസ് ചൂസ് ചെയ്യുക. പിന്നെ അടുത്തത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. 3 റൗണ്ട് ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക. ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക. എക്സെയിൽ ചെയ്യുമ്പോൾ ഞാൻ റിലീസ് ചെയ്യുന്നു എന്ന് പറയുക. ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, എക്സെയിൽ ചെയ്യുമ്പോൾ ഞാൻ റിലീസ് ചെയ്യുന്നു. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. ഓക്കെ. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ചൂസ് 1 ഡിസയർ. ഒരാഗ്രഹം മാത്രം ചൂസ് ചെയ്യുക. അതായത് നിങ്ങൾ കണ്ണടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൻ്റെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, പ്രസന്റ് ടെൻസിലായിരിക്കണം. എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് ഗവൺമെൻറ് ജോബ് ലഭിച്ചതിന് നന്ദി. എൻ്റെ ഡോട്ടർ നീറ്റ് വിജയിച്ച് MBBS അഡ്മിഷൻ നേടിയതിന് നന്ദി. എൻ്റെ ബിസിനസ് 6 ഫിഗർ ഇൻകം നൽകുന്നു. എനിക്ക് നല്ലൊരു കാറ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു കാറ് ലഭിച്ചതിന് നന്ദി. ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ആഗ്രഹം നിങ്ങൾക്കത് പറയാം. അതായത് 33 റൈറ്റിംഗ് റിച്വലിൻ്റെ മെയിൻ പാർട്ടാണ് ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വേണ്ട ആ ഒരു ആഗ്രഹം നിങ്ങൾ ആ സെൻറ്റൻസ് 33 പ്രാവശ്യം എഴുതണം. എഴുതുമ്പോൾ ഒരിക്കലും നിങ്ങൾ ധൃതി പിടിച്ച് എഴുതരുത്. ഓരോ വരിയും എഴുതുമ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്ത് എഴുതുക.
അത് ലഭിച്ചതായി വിഷ്വലൈസേഷൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഇപ്പോൾ ഗൈഡഡ് വിഷ്വലൈസേഷനാണ് അടുത്തത്. റിസൾട്ട് ആൾറെഡി വന്നതായി കാണുക ഇത് എഴുതുമ്പോൾ തന്നെ. അതുപോലെ നിങ്ങൾക്കൊരു ഫോൺ കോൾ വരുന്നത് ഇമാജിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻസ് കേൾക്കുന്നത് ഫീൽ ചെയ്യുക. ബാങ്ക് ബാലൻസ് കാണുന്നത് വിഷ്വലൈസേഷൻ ചെയ്യുക. ഇങ്ങനെ ഓരോ നമ്മുടെ ഡ്രീമിനനുസരിച്ചും നമ്മൾ ഓരോ കാര്യങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. ഓക്കെ, ആൾറെഡി ഡൺ, ആൾറെഡി മൈൻഡ്, ആൾറെഡി അലൈൻഡ് എന്ന് നമ്മൾ പതുക്കെ നമ്മുടെ മനസ്സിനോട് പറയുക. നമ്മുടെ മനസ്സിൽ തന്നെ പറയുക, ആൾറെഡി ഡൺ, ആൾറെഡി മൈൻഡ്, ആൾറെഡി അലൈൻഡ്. എന്താണ് ഇതിനകത്തുള്ള ഇമോഷണൽ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ വലത്തെ കൈ എടുത്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കുക. എന്നിട്ട് പറയുക, എനിക്ക് ഡൗട്ടില്ല, എനിക്ക് ഡിലേ ഇല്ല, എനിക്ക് ഡിവൈൻ ടൈം പെർഫെക്റ്റ് ആണ്. അതായത് ഇമോഷനാണ് മാനിഫെസ്റ്റേഷൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഡ്രൈ റൈറ്റിംഗ് റിസൾട്ട് തരില്ല, ഫീലിംഗ് വേണം. ഇപ്പോൾ നമ്മളൊരു കാര്യം ഞാൻ 33 പ്രാവശ്യം എഴുതാൻ പറഞ്ഞ് അത് ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല. ആ ഒരു ഫീലിങ്ങോടെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അടുത്തത് 3 ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? അതായത് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ വലതേ കൈ നിങ്ങളുടെ നെഞ്ചിലേട്ട് വെച്ചിട്ട് പറയുക, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിന് 3 പ്രാവശ്യം നന്ദി പറയുക. രണ്ടാമത്, ഐ ട്രസ്റ്റ് ദ പ്രോസസ്, ഐ ട്രസ്റ്റ് ദ പ്രോസസ്, ഐ ട്രസ്റ്റ് ദ പ്രോസസ്. ഐ ട്രസ്റ്റ് ദ പ്രോസസ്ന്ന് 3 പ്രാവശ്യം പറയുക. മിറക്കിൾസ് ആർ നോർമൽ ഇൻ മൈ ലൈഫ്, മിറക്കിൾസ് ആർ നോർമൽ ഇൻ മൈ ലൈഫ്, മിറക്കിൾസ് ആർ നോർമൽ ഇൻ മൈ ലൈഫ് എന്നിങ്ങനെ 3 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. അപ്പം ഈ ഒരു നമ്മളെപ്പോഴും നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. വളരെ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ ഫീലിങ്ങോടെ നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സാധ്യമാകും. 333 പോർട്ടൽ എനർജി, 3x33 പോർട്ടൽ എനർജി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ എഴുതിയത് ഒരു പേപ്പർ അല്ല, അതൊരു ഫ്യൂച്ചർ മെമ്മറിയാണ്. ഡൗട്ട് വന്നാൽ നിങ്ങൾ ഓർക്കുക, ഒരു വിത്ത് നട്ടിട്ട് ഉടനെ ട്രീ വരില്ല. വരുമോ? നമ്മളൊരു വിത്ത് നട്ട ഉടനെ ഒരു മരം ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. ബട്ട് സീഡ് ആൾറെഡി പ്ലാന്റഡ് ആണ്. പക്ഷെ നമ്മൾ വിത്ത് നട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫൈനലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, സ്പീക്ക് ഇറ്റ്, ബിലീവ് ഇറ്റ്, റിസീവ് ഇറ്റ്. നമ്മൾ പറയുക, ശരിക്കും നമ്മൾ പറയുക, ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക, എന്നിട്ട് റിസീവ് ചെയ്യാൻ തയ്യാറാവുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ചിരിക്കുക. ചിരിച്ചിട്ട് യൂണിവേഴ്സിനോട് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ ആഗ്രഹം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധിച്ചു തന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് പറയുക. ഓക്കെ, അപ്പം ഇങ്ങനെ പറയുന്നതോടെ നിങ്ങളുടെ ഈ ഒരു 3-3 പോർട്ടൽ പൂർണ്ണമാവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി 3x33 ഈ ഒരു ദിവസം നിങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. ഒരാഗ്രഹം 33 പ്രാവശ്യം എഴുതുക. ഞാൻ പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പും ഫീൽ ചെയ്ത് എഴുതുക. ഓക്കെ, കീപ് ഗോയിങ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.